ഹായ് എവരി വൺ, വെൽക്കം. ഇത് നമ്മളുടെ MZ0003 പേപ്പർ കോഡ് ആയിട്ടുള്ള കമ്പാരിറ്റീവ് ആനിമൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എൻറ്റയർ പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളുടെ ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് ശേഷം, സിലബസ് ഇൻട്രൊഡക്ഷന് ശേഷമുള്ള ഫസ്റ്റ് ടോപ്പിക് വീഡിയോ ആണ്. വെൽക്കം. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ വളരെ ജനറൽ ആയിട്ടുള്ള എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് ഫിസിയോളജി സിസ്റ്റംസ് ഒക്കെ കണ്ടുവരുന്നതാണ്. അപ്പൊ എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ചാപ്റ്റർ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നതിന്റെ ഒരു ബ്രീഫ് ഐഡിയ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് പ്രോസസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ സർക്കുലേറ്ററി സിസ്റ്റം. ജനറലി എന്തുകൊണ്ട് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറും ഫംഗ്ഷൻസും ഒക്കെ വരുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലാണ്. യൂണിസെല്ലുലറിലെല്ലാം വളരെ സിമ്പിൾ ആൻഡ് വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള മെക്കാനിസംസും ഫംഗ്ഷൻസും ബോഡി സ്ട്രക്ചറും ഒക്കെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ കൈൻഡ് ഓഫ് സിസ്റ്റംസ് ഒക്കെ മൾട്ടി സെല്ലുലാറിലാണ് കൂടുതലായിട്ടും കാണാം. കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ ജനറലി അവരിൽ ഫങ്ഷൻസ് വരുന്നത് ജനറൽ ആയിട്ട് ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലേക്കാണ്. ഈ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസിന്റെ റിമൂവല്, ഗേഷ്യസ് നമ്മളുടെ റെസ്പിറേറ്ററി ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ പേർപ്പസുകളാണ് ഈ പറയുന്നത് പോലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിൽ ഈ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പരിപാടി. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം അവിടെ ഒരു മീഡിയം വേണമല്ലോ. നമുക്ക് എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും മീഡിയം വേണം. ഈവൻ സൗണ്ടിന് പോലും പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വേണം എന്നുള്ളതാണ് ഞാൻ ജനറലി പറയാം. അപ്പോ ഈ പറയുന്നത് പോലെ എന്ത് മീഡിയത്തിൽ കൂടിയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻസ്, അതിപ്പോ വേസ്റ്റ് മെറ്റീരിയൽ ആയിക്കോട്ടെ, ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, ഗേഷ്യസ് നമ്മളുടെ മെറ്റീരിയൽസ്, ഇപ്പോൾ റെസ്പിറേറ്ററി ഗ്യാസ് പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി 2 മീഡിയമാണുള്ളത്. ഒന്ന് ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന ബ്ലഡ്, സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഹാർട്ട് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരാളാണ് ബ്ലഡ്. അതല്ലാതെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ലിംഫിനെ പറയുന്നത്. ഇവര് രണ്ടുമാണ് ജനറൽ ആയിട്ടുള്ള ഈ പറയുന്ന പോലത്തെ ട്രാൻസ്പോർട്ടേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന 2 മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറയാം. ബ്ലഡിനെയും ലിംഫിനെയും ഒരു ജനറൽ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ബ്ലഡിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ ബ്ലഡിന്റെ എലമെന്റുകളെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഫോംഡ് എലമെന്റ്സും ഫ്ലൂയിഡി നേച്ചറുള്ള ഫ്ലൂയിഡ് പാർട്ടും. ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ബ്ലഡിൽ കൂടുതലായിട്ടും RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആ പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലഡിന് റെഡ് കളർ കിട്ടിയിരിക്കുന്നത്. ഈ RBCയിൽ കൂടുതലായിട്ടുള്ളത് ഹീമോഗ്ലോബിൻ ആണ്, നമുക്കറിയാം, പിഗ്മെന്റ് ആണ്. ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് ആണ് ഈ റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ഹീം കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ്. ഹീം കണ്ടെയ്നിങ് പിഗ്മെന്റ് എന്ന് പറയുന്നത് അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ്. ഹീമോഗ്ലോബിൻ ആണ് കൂടുതലും ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ബ്ലഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഗ്യാസുകളുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പറയുമ്പം എടുത്തു നിൽക്കുന്ന ഒരു എലമെന്റ് ആണ് ഈ ഹീമോഗ്ലോബിനും അതിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി. അവിടെ നിൽക്കട്ടെ, വരുന്ന സമയങ്ങളിലായിട്ട് നമുക്ക് കാണാം. ഇനി അത് ഹാൻഡിൽ നമ്മൾ ലിംഫിനെ പറയുകയാണെങ്കിൽ ലിംഫിൽ കൂടുതലായിട്ടും WBCs ആ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ WBC പ്രസന്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ആരുമായിട്ട് അല്ലെങ്കിൽ എന്ത് വർക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും ലിംഫിന്റെ വർക്ക് ഒക്കെ നടക്കുക. ജനറൽ ആയിട്ടുള്ള നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസസ്, ഇമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന WBCs അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസുമായിട്ടുള്ള അസോസിയേഷൻ വരുന്നത്. അപ്പൊ ലിംഫിൽ കൂടുതലായിട്ടും WBCസും വാട്ടറി ഫ്ലൂയിഡും ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ലിംഫാറ്റിക് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ലിംഫിനെ കാണുന്നത്. ഇതൊക്കെ എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ബ്ലഡിന്റെ ഫ്ലോയിലേക്ക് വരികയാണെങ്കിൽ, ബ്ലഡിന്റെ ട്രാൻസ്പോർട്ടേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് പോലെയുള്ള ചാനലുകൾ കാണുമ്പോൾ ലിംഫിന്റെ ഫ്ലോ ഈസ് കംപ്ലീറ്റ്ലി ത്രൂ ലിംഫാറ്റിക് വെസൽസ്. ലിംഫിന് എൻറ്റയർലി സെപ്പറേറ്റ് ആയിട്ട്, നമ്മളുടെ ജനറൽ സിസ്റ്റത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ലിംഫിന് തനിയായിട്ടുള്ള ഒരു വഴിയും തനിയായിട്ടുള്ള എൻറ്റയർ കണക്റ്റിംഗ് സിസ്റ്റവും ഉണ്ട്. അപ്പൊ ഈ എൻറ്റയർ മോഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ പറ്റാം?
ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം, കാർഡിയാക് ഔട്ട്പുട്ട്, കാർഡിയാക് സൈക്കിള് തുടങ്ങിയ കാര്യങ്ങൾ ക്ലിയർ ആവും. ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടറീസ്, വെയിൻ, കാപ്പിലറീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. മൈക്രോ സർക്കുലേഷൻ അല്ലെങ്കിൽ കാപ്പിലറി ബെഡ്സ് ത്രൂ ഉള്ള ഫ്ലൂയിഡ് എക്സ്ചേഞ്ചിനെ പറ്റി ക്ലാരിറ്റി കിട്ടും. ദെൻ വാസ്കുലർ സിസ്റ്റം, നമ്മളുടെ എൻറ്റയർ കാർഡിയോവാസ്കുലർ സിസ്റ്റം സ്ട്രെസ് കണ്ടീഷൻസിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിന്റെ ഐഡിയ കൂടി എൻഡ് ഓഫ് ദ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ജനറൽ ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ജനറൽ പ്ലാൻ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു പമ്പിങ് ഓർഗൻ ഉണ്ട്. ആ പമ്പിങ് ഓർഗനിന്റെ കോൺട്രാക്ഷൻസിന്റെ ബേസിസിൽ ഈ പറയുന്ന ഫ്ലൂയിഡ് എൻറ്റയർ ബോഡിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പാത്തുകളായിട്ട് നമുക്ക് ആരൊക്കെയുണ്ട്? നമുക്ക് ആർട്ടറീസ്, വെയിൻസ് ഒക്കെ പോലെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ വെസലുകൾ ഉണ്ട്. ഇതേപോലെയുള്ള കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് ബേസിക് ആയിട്ടുള്ള ഈ എൻറ്റയർ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സർക്കുലേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിന്റെ ലീഡിങ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പം കൂടുതൽ ആനിമൽസിനും ഈ പറയുന്നത് പോലത്തെ എല്ലാ എലമെന്റുകളും പ്രസന്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പ്രോപ്പർലി ഒരു സർക്കുലേഷൻ നടക്കുക എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. ബേസിക് ആയിട്ട് നമ്മൾ വെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹാർട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു സർക്കുലേഷൻ പേർപ്പസിൽ മെയിൻ ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹാർട്ടാണ്. അതൊരു മസ്കുലർ പാർട്ടാണ്. ബേസിക് ആയിട്ട് ഈ പറയുന്നത് പോലെയുള്ള കോൺട്രാക്ഷൻ, റിലാക്സേഷൻ, ഒരു റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ പേർപ്പസിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് വഴിയാണ് ഈ എൻറ്റയർ ബോഡിയിലേക്ക് ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഏത് ന്യൂട്രിയൻ്റ് ആണോ അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ക്യാരി ചെയ്യുന്ന മീഡിയം ആണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇനി ഈ പറയുന്ന വെർട്ടിബ്രേറ്റ്സിനെ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ ആർത്രോപോഡ്സിനെ അല്ലെങ്കിൽ അതർ ഓർഗാനിസംസിനെ എടുക്കുകയാണെങ്കിൽ എഗെയിൻ ആർത്രോപോഡ്സിന്റെ കേസിലാണെങ്കിൽ ലിംഫിന്റെ മൂവ്മെന്റ്സും ഡോർസൽ ഹാർട്ടിന്റെ കോൺട്രാക്ഷനുമാണ് നമ്മളുടെ ബോഡിയിൽ, അതൊരു മമേലിയൻ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു വെർട്ടിബ്രേറ്റ് ബോഡിയിൽ എന്താണോ സർക്കുലേഷൻ നടക്കുന്നത് ആ ഒരു പേർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നത്. ഇനി ജൈന്റ് എർത്ത് വോംസിന്റെ ഒക്കെ കേസിൽ വരികയാണെങ്കിൽ ഒരു പെരിസ്റ്റാലിക് കോൺട്രാക്ഷൻ, അത് ഡോർസൽ വെസലിന്റെയും ബ്ലഡ് ആർട്ടറീസ് അല്ലെങ്കിൽ ലാറ്ററൽ ഹാർട്ടിന്റെ ഒക്കെ ഒരു പെരിസ്റ്റാലിക് കോൺട്രാക്ഷൻ ആണ് ഇതിന്റെ നമ്മളുടെ ജനറൽ ആയിട്ട് നമ്മളുടേതല്ല ഇൻജൈൻ എർത്ത് വോംസിന്റെ ജനറൽ ആയിട്ടുള്ള സർക്കുലേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. കൂടാതെ എല്ലാ സിസ്റ്റത്തിലും വാളുകളും സെപ്റ്റാസും ഉണ്ടാവും. അതായത് ഈ വാൾവും സെപ്റ്റാസും എന്ന് പറയുന്നത് ഈ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഈ ഒരു മീഡിയത്തിന്റെ ഫ്ലോയിന്റെ ഡയറക്ഷനെ പ്രോപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറയാം. അപ്പൊ കൂടുതലായിട്ടും ബാക്ക് ഫ്ലോകളൊക്കെ, അതായത് പോയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് തിരിച്ച് വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ ഫ്ലൂയിഡിന്, അതിനെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്റ്റാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വാൾവുകൾ ഉള്ളത്. അപ്പൊ സിസ്റ്റം എൻറ്റയർലി പറയുകയാണെങ്കിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ജനറലി നടക്കുന്നത്. അതായത് ഈച്ച് ആൻഡ് എവറി കോർണറിലേക്കുള്ള സപ്ലൈ നടത്തുന്നത് മാത്രമല്ല, ടെക്നിക്കലി വരാവുന്ന അതായത് ബാക്ക് ഫ്ലോ പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സിസ്റ്റവും കൂടി എന്തിലുണ്ട്? ദ എൻറ്റയർ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് സ്മൂത്ത് മസിൽസിന്റെ അല്ലെങ്കിൽ വെസൽസിന്റെ ഒക്കെ ഈ പറയുന്നത് പോലത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനിങ് എന്ന് പറയുന്നത്. അവർക്കിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആർട്ടറീസ് ഡയമീറ്റർ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയിനൊക്കെ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള അവരുടെ റീച്ച്, അതായത് എല്ലാ പോയിന്റുകളിലേക്കും ഇവർ റീച്ച് ചെയ്യാണ് എന്നുള്ളതാണ്. ബേസിക് ആയിട്ട് എടുത്തു പറയുമ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഏത് സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിലും ഒരു പമ്പിങ് ഓർഗൻ ഉണ്ടാവും. നമ്മളുടെ കേസിൽ അല്ലെങ്കിൽ മമേലിയൻ ബോഡിയുടെ കേസിലാണെങ്കിൽ അത് ഹാർട്ടാണ്, അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ ഹാർട്ടാണെങ്കിൽ, ചിലർക്ക് ഡോർസൽ ഹാർട്ട്, അങ്ങനെ തുടങ്ങി ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു മെയിൻ പ്രൊപ്പൽസീവ് ഓർഗൻ അല്ലെങ്കിൽ ഒരു പമ്പിങ് ഓർഗൻ അവിടെ പ്രസന്റ് ആയിരിക്കും. യൂഷ്വലി അത് ഹാർട്ടാണ്. പിന്നെ ഒരു ആർട്ടേറിയൽ സിസ്റ്റം ഉണ്ടാവും, ബ്ലഡിന്റെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഫ്ലൂയിഡിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടേറിയൽ സിസ്റ്റം ഉണ്ടാവും. കാപ്പിലറീസ് ഉണ്ടാവും, പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡിന്റെ ടിഷ്യൂസ്, ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ബിറ്റ്വീൻ ഉള്ള ഈ ട്രാൻസ്ഫറിനെ എയ്ഡ് ചെയ്യാനായിട്ടുള്ള ആർട്ടറീസ് ഉണ്ടാവും. പിന്നെ വെയിൻസ്, ബ്ലഡിന്റെ വോളിയം റിസർവയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ബ്ലഡ് ബോഡിയിൽ നിന്ന് ഹാർട്ടിന്റെ ഹെൽപ്പോട് കൂടി ഹാർട്ടിൽ വന്ന ശേഷമാണ് പോകുന്നത്, ഡബിൾ സർക്കുലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ ഹാർട്ടിൽ നിന്നും ബോഡിയിലേക്കും ബോഡിയിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്കും ഒക്കെ എത്തുന്ന രീതിയിലേക്കുള്ള വെയിൻ സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. ആർട്ടറീസും കാപ്പിലറീസും വെയിൻസും ജനറൽ ആയിട്ട് ഒരു പെരിഫറൽ സർക്കുലേഷൻ എന്ന് നമുക്ക് പറയാം. ഈ പെരിഫറൽ സർക്കുലേഷന്റെ കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് ആയിട്ടാണ് എൻറ്റയർ ബോഡിയിൽ ഈ സപ്ലൈ നടക്കുന്നത് തന്നെ.
ക്ലിയർ. അപ്പൊ നമുക്ക് കുറച്ച് സർക്കുലേഷൻ ടൈപ്പുകളിലേക്ക് കൂടി പോവാം. നെക്സ്റ്റ് ആൻഡ് ഫസ്റ്റ് ടോപ്പിക് ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈന് ശേഷം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേഷൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ആയിട്ട് ഒരു ഹാർട്ട് ഒരു പെർപ്പൽസീവ് ഓർഗൻ ആയിട്ട് ഒരു പമ്പിങ് ഓർഗൻ ആയിട്ട് ഹാർട്ട് ആക്ട് ചെയ്യുന്നു. ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റം ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറയുന്ന ഇപ്പൊ ആർട്ടറീസ് ആയിക്കോട്ടെ, വെയിൻ ആയിക്കോട്ടെ, കാപ്പിലറീസ് ആയിക്കോട്ടെ, ഇവര് മൂന്നുപേരെയും കളക്റ്റീവ്ലി നമുക്ക് ബ്ലഡ് വെസൽസ് എന്ന് പറയാം. അപ്പൊ ഈ ബ്ലഡ് വെസൽസിലേക്ക് ബ്ലഡിന്റെ സർക്കുലേഷൻ നമ്മളുടെ ഹാർട്ടിന്റെ പമ്പിങ്ങോട് കൂടിയിട്ട് ഹെൽപ്പ് ചെയ്ത് എൻറ്റയർ ബോഡിയിലേക്ക് റീച്ച് ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ ആ കണ്ടീഷന് കോൺട്രഡിക്ടറി ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് വെസൽസിന്റെ പ്രസൻസിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറലി വെർട്ടിബ്രേറ്റ്സിനൊക്കെയാണ് ഈ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ബ്ലഡ് വെസൽ സിസ്റ്റം തന്നെ അല്ലെങ്കിൽ പെരിഫറൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ആർട്ടറീസ് വെയിൻസും ഒക്കെ കണക്ട് ആയിട്ടുള്ള സിസ്റ്റം ഉള്ളത്. നമ്മൾ ആർത്രോപോഡ്സ് മൊളസ്ക് പോലെയുള്ള ഇൻവെർട്ടിബ്രേറ്റ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഓപ്പൺ സർക്കുലേഷൻ കാണാൻ പറ്റാം. ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെരിഫറൽ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ആർട്ടറീസ് വെയിൻസ് അല്ലെങ്കിൽ കാപ്പിലറീസ് പോലെയുള്ള ഈ സിസ്റ്റം ഒന്നും പ്രസന്റ് ആയിരിക്കില്ല. അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അവർ ജനറലി അല്ലെങ്കിൽ വളരെ യൂഷ്വൽ ആയിട്ട് ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ഹാർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഞാനൊരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് ഉണ്ടാവും, ബട്ട് ഈ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഡയറക്ട്ലി ഇവരുടെ ബോഡിയുടെ എൻറ്റയർ സർഫസിലേക്ക് റിലീസ് ചെയ്യുന്നത്. അവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചാനലോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പാത്തോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ബേസ്ഡ് ആയിട്ടിരിക്കും. അതായത് ആ ഒരു ബ്ലഡിൽ കുളിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഈ പറയുന്നത് പോലെയുള്ള ഓർഗൻസ് ഇന്റേണൽ ഓർഗൻസിന്റെ പ്ലേസ്മെന്റ് ഉണ്ടാവുക. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വെസൽസ് ഒന്നും പ്രസന്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഓപ്പൺ ഫ്ലൂയിഡ് സ്പേസിനെയാണ് നമ്മൾ ഹീമോസീൽ എന്ന് പറയുന്നത്. സീൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് എന്നൊക്കെ റെഫർ ചെയ്യുന്ന ഒരു വേർഡാണ്. സോ ഹീമോസീൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഓപ്പൺ ഫ്ലൂയിഡ് സ്പേസിനെയാണ്. അപ്പൊ അവരുടെ ആ ഒരു ബ്ലഡിനെ നമ്മൾ പറയുക, ബ്ലഡ് എന്നല്ല മെയിൻലി പറയുക, ആ ഒരു ടെർമിനോളജി, ആ ഫ്ലൂയിഡിന്റെ ടെർമിനോളജി എന്ന് പറയുന്നത് ഹീമോലിംഫ് എന്നുള്ളതാണ്. അപ്പൊ ഹീമോലിംഫ് അല്ലെങ്കിൽ കൂടുതലായിട്ടും നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഹിമോസീൽ, അതായത് ഈ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ 20-40% ബോഡി വോളിയത്തിനെ ക്യാരി ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ബോഡി വോളിയത്തിന്റെ 20-40% എന്ന് പറയുന്നത് ഈ ഹീമോസീൽ തന്നെയായിരിക്കും. ഈ സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള പ്രഷർ വേരിയേഷൻസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഡയറക്ട്ലി പമ്പ് ചെയ്യുന്നു, എൻറ്റയർ ബോഡിയിലേക്ക് സർക്കുലേറ്റഡ് ആവുന്നു എന്ന രീതിക്കാണ് ഈ പറയുന്ന ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസെക്റ്റുകളിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ സർക്കുലേഷൻ സിസ്റ്റം കാണുന്നത്. അപ്പൊ കൂടുതൽ ഓക്സിജന്റെ എക്സ്ചേഞ്ച് വളരെ സ്ലോ ആയിരിക്കും. അതിന്റെ അബ്സോർബിങ് അല്ലെങ്കിൽ അപ്ടേക്കിംഗ് റേഞ്ച് വളരെ കുറവായിരിക്കും. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ജനറൽ ആയിട്ട് ഹീമോസീൽ എന്ന് പറയുന്നത് ഒരു ഡയറക്ട്ലി എൻറ്റയർ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഹീമോസീൽ അല്ല, ഹീമോലിംഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി എൻറ്റയർ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ്. അതിനൊരു പ്രത്യേക ചാനലോ മീഡിയമോ അല്ലെങ്കിൽ ഒരു പാത്തോ ഇല്ല. അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ഐഡിയ ആണ് ഈ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിനുള്ളത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പം ഞാൻ ഈ ഒരു ഇലിസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹാർട്ടും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പെരിഫറൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ആർട്ടറീസ്, കാപ്പിലറീസ് തുടങ്ങിയ എല്ലാ കോമ്പോണൻസും പ്രസന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് ജനറലി വെർട്ടിബ്രേറ്റ്സിലും പിന്നെ ചില ഓർഗൻസിന്, ഇപ്പൊ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണെങ്കിൽ പോലും സെഫലോഫോഡ്സ് അല്ലെങ്കിൽ എർത്ത് വേംസ് തുടങ്ങിയ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസിനും പ്രസന്റ് ആയിട്ട് ഉണ്ടാവും. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സർക്യൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറീസ് ഉണ്ടാവും, കാപ്പിലറീസ് ഉണ്ടാവും, വെയിൻസ് ഉണ്ടാവും. ഇതിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു മെയിൻ പമ്പിങ് ഓർഗൻ ആയിട്ട് ഹാർട്ടും പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ വെൻ കമ്പയർ ടു ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം നമുക്ക് എന്താ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വോളിയം ടിപ്പിക്കലി സ്മോളർ ആയിരിക്കും. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹീമോസെലിന്റെ വോളിയം കൂടുതലായിരിക്കും. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്താണെങ്കിൽ 5-10% ബോഡി വോളിയത്തിൽ ആണ് നമ്മളുടെ ഈ പറയുന്ന ബ്ലഡിന്റെ വോളിയം ഉണ്ടാവുക എന്ന് മാത്രം. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു പാർട്ട് എന്ന് പറയുന്നത് ഹാർട്ട് ഒരു പ്രൊപ്പൽസീവ് ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രഷർ റിസർവയർ ആയിട്ടുള്ള ആർട്ടറി സിസ്റ്റം ഉണ്ടാവും. എൻറ്റയർ സിസ്റ്റത്തിൽ ഒരു ജനറൽ
ആയിട്ടുള്ള ഒരു പ്രഷർ ക്രിയേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പം ജനറലി നമുക്കൊക്കെ ഉള്ളത് ഈ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിൽ എന്താ ഡയറക്റ്റ്ലി ഒരു ഹിമോസിലിലേക്ക് ലിംഫ് ഓപ്പൺ ആവുന്നത് പോലെയല്ല, നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ചാനലുകളുണ്ട്. ഈ ചാനലുകളിൽ കാപ്പിലറീസ് ഇൻവോൾവ് ആണ്, അൾട്രാ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് നടക്കുന്നുണ്ട്, അതായത് ഹൈ പ്രഷർ പെർമിറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചാനലുകളിലേക്ക് എൻ്റെയർ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഈ പറയുന്ന പോലെ ചാനലുകൾ അക്രോസ് മൂവ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂടുതലായിട്ടുള്ള ഏരിയയിൽ കൂടെ കടന്ന് ചെറിയ ചെറിയ ഏരിയകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ വേരിയേഷൻ നടക്കുകയും അതിന്റെ കാരണമായിട്ട് അൾട്രാ ഫിൽട്രേഷൻ, ബേസിക്കലി കിഡ്നീസിലൊക്കെ അൾട്രാ ഫിൽട്രേഷൻ പ്രോസസ്സുകൾ എനേബിൾഡ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്നത് പോലെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതിന്റെ ബെനിഫിറ്റുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് അടുത്തത് നമ്മുടെ ഫ്ലൂയിഡിന്റെ ഫ്ലോയിലേക്ക് കേസിൽ പറയുമ്പോൾ ബ്ലഡിനെ പറ്റി നമ്മൾ പറഞ്ഞതുപോലെ അടുത്തൊരു ഓപ്ഷനിലേക്ക് വരുന്നത് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ജനറലി നമ്മളുടെ ഫ്ലൂയിഡ് ലോസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോഡിയിൽ എപ്പോഴും അങ്ങനെ ഒരു പ്രിസർവിങ് നേച്ചർ ബോഡിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിസർവിങ് നേച്ചറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ഇൻവോൾവ് ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ലോസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ജനറലി ഫിൽട്രേഷൻസിന്റെ ഡിപ്പെൻഡിങ് നമ്മുടെ ബ്ലഡ് പ്രഷറിന്റെ ഏരിയയിൽ അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ ഈ ഫിൽട്രേഷൻ ഡിപ്പെൻഡഡ് ആണ്. നമുക്ക് ജനറലി ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ബ്ലഡിന്റെ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ അൾട്രാ ഫിൽട്രേഷൻ പ്രോസസ് ഒക്കെ കാപ്പിലറി വാൾസിൽ നടക്കുന്നത്. അപ്പൊ ബ്ലഡിന്റെ ഫ്ലോ അല്ലെങ്കിൽ ആ പ്രഷർ ഈ ജനറൽ ആയിട്ടുള്ള ഫിൽട്രേഷൻ പ്രോസസ്സിനെ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ സിസ്റ്റമിക് ആൻഡ് പൾമനറി രണ്ട് രീതിയിലുള്ള സർക്കുലേഷൻസ് മാമൽസിന്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഉണ്ടാവും. അത് ബേസിക് ആയിട്ട് ഈ ഒരു പ്രഷർ വേരിയൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരുന്നത് തന്നെ. പ്രഷർ വേരിയേഷൻ ജനറലി മാമലിയൻ ഹാർട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആണ് അവിടെ നടന്നു പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് പൾമനറി സൈഡ് എന്ന് പറയാം ബേസിക്കലി. ഓക്കെ, ബേസിക് ആയിട്ടുള്ള റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പൾമനറി സൈഡാണ്. റൈറ്റ് സൈഡ് പംപ്സ് ടു പൾമനറി. പൾമനറി എന്ന് പറയുന്നത് ജനറലി നിങ്ങൾക്ക് ലങ്സിന്റെ ഒരു കുടുംബ പേരായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാം. ലെഫ്റ്റ് സൈഡ് ടു സിസ്റ്റമിക്. നമ്മളുടെ പൾമനറി ലെവലില് പൾമനറി എന്ന് പറയുന്നത് ലങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ലങ്സിലേക്ക് എന്തിനാ പോകുന്നത്? ഓക്സിജനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലോ ഇൻ പൾമനറി ഇൻ സിസ്റ്റമിക് സർക്യൂട്ട് മസ്റ്റ് ബി ഈക്വൽ ഇൻ മാമൽസ്. മാമൽസിന്റെ കേസിലാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു രീതി തന്നെ നമ്മളിലേക്ക് എനേബിൾഡ് ആയിട്ട് വരുന്നത്. ഇനി ജനറൽ ആയിട്ട് ഇപ്പൊ മമേലിയൻ ഹാർട്ടിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ തരണം അല്ലെ, മമേലിയൻ ഹാർട്ട് എന്താണ് എന്നുള്ളത്. മമേലിയൻ ഹാർട്ട് എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അതൊരു മസ്കുലാർ പമ്പാണ്. ഒരു ജനറൽ എസെൻഷ്യൽ പർപ്പസ് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മസ്കുലർ പമ്പാണ് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു റിതമിക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് തന്നെ പ്രോപ്പർ റിതമിലാണ്. ആ റിതമിക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതോട് തന്നെ ബ്ലഡ് ഫ്ലോയിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻറ്റെയിനിങ് നടക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നമ്മളുടെ ഓക്സിജൻ, ന്യൂട്രിയൻസ് സപ്ലൈ നടക്കുന്നുണ്ട്, വേസ്റ്റ് മെറ്റീരിയലിന്റെ റിമൂവൽ നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തുടങ്ങി എടുത്തു പറയുന്നതായിട്ടുള്ള ജനറൽ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ മെക്കാനിസത്തിനൊക്കെ ഒരു കോർ ഓർഗൺ ആരാണ് അല്ലെങ്കിൽ മെയിൻ ഓർഗൺ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഹാർട്ട്. മമേലിയൻ ഹാർട്ടിന്റെ സ്ട്രക്ചറാണ് നമ്മൾ കണ്ടത്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ലൊക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ബേസിക് ആയിട്ട് അപ്പർ ലെഫ്റ്റ് ചെസ്റ്റ് ആണ് നമ്മളുടെ ഹാർട്ടിന്റെ, നമ്മളുടെ എന്ന് പറയുന്നത് നമ്മൾ മാമൽസിന്റെ ഹാർട്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദ സ്റ്റേർണം പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ് കേജ്. ഇത് ബേസിക്കലി ലങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ലങ്സും ഈ പറയുന്ന ഹാർട്ടും ഒരുമിച്ചൊരു വർക്കിംഗ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ മെത്തേഡിൽ കാണുന്നതാണ്. നമ്മളുടെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ സ്റ്റേജിലൊക്കെ ലങ്സിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്ലേസ്മെന്റ് അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രോപ്പർലി വിസിബിൾ ആണ്. ദെൻ അടുത്തൊരു ലെയറിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് പെരികാർഡിയം. നമ്മളുടെ ഹാർട്ടിന്റെ ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ഷീത്ത് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കവറിംഗ് ആയിട്ടാണ് പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ലെയർ വരുന്നത്. ബേസിക്കലി അതിന് രണ്ട് ലെയേഴ്സ് ഉള്ളത്, ഇന്നർ വെസറൽ ആൻഡ് ഔട്ടർ പെരൈറ്റൽ എന്ന് പറയുന്ന രീതിയിൽ രണ്ട് ലെയേഴ്സ് ആണ് പെരികാർഡിയത്തിന് വരുന്നത്. ഈ പെരികാർഡിയലിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ബേസിക്കലി ആയിട്ടുള്ള കോൺട്രാക്ഷന്റെ സമയത്തുള്ള ഒരു ഫ്രിക്ഷൻ റിമൂവൽ ഓൾസോ ഈ പെരികാർഡിയൽ കാവിറ്റിയും അതിന് ഇൻ ബിറ്റ്വീൻ പ്രസന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെ പ്രസൻസും കൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്.
ഇനി ഹാർട്ടിന്റെ വാൾ ലെയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബേസിക്കലി 3 ലെയേഴ്സ് ആണ്. തിക്കൻ തിക്കൻസ് വേരി ചെയ്തിരിക്കുന്ന 3 ലെയേഴ്സ് ആണ് ബേസിക് ആയിട്ട് ഹാർട്ടിനുള്ളത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പികാർഡിയം, ഏറ്റവും ഔട്ടർ ലെയർ ആണ്. എപ്പോഴും ഒരു ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അല്ലെ. അപ്പൊ പ്രൊട്ടക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് എപ്പികാർഡിയം എന്ന് പറയുന്ന ഔട്ടർ ലെയർ. ദെൻ മയോകാർഡിയം എന്ന് പറയുന്ന മിഡിൽ ലെയർ ആണ്, ഒരു മസ്കുലർ ലെയർ ആണ്, ബേസിക്കലി തിക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ മാസ് ഉള്ള ഒരു ലെയർ ആണ്. ഇവിടെയാണ് ബ്ലഡിന്റെ പമ്പിങ്ങിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇവിടെ കാർഡിയാക് മസിൽസ് പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർകലേറ്റഡ് ഡിസ്കസ് ആയിട്ട്, അല്ലെങ്കിൽ ഗ്യാപ് ജംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പറയാം. ആ സിസ്റ്റവുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മസ്കുലർ ലെയർ ആണ് ഈ മയോകാർഡിയം എന്ന് പറയും. ആൻഡ് ദെൻ എൻഡോകാർഡിയം എന്ന് പറഞ്ഞാൽ തേർഡ് ലെയർ ആണ്, ഇന്നർമോസ്റ്റ് ലെയർ ആണ്. എൻഡോതീഷ്യൽ ലെയർ എന്ന് പറയാം. ഇന്നർ സർഫസിന്റെ ഒരു ലൈനിങ് ലെയർ ആയിട്ടാണ് എൻഡോകാർഡിയം വരുന്നത്. ഇത് മൂന്നുമാണ് നമ്മുടെ ഹാർട്ടിന്റെ ലെയേഴ്സ് എന്ന് അല്ലെങ്കിൽ വാൾസ് എന്ന് പറയുന്നത്. ഇനി ജനറൽ ആയിട്ട് ഇന്റേണൽ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഇസ് 4 ചേംബർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മമേലിയൻ ഹാർട്ടിന്റെ കേസാണ്. അതുകൊണ്ട് തന്നെ മമേലിയൻ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു 4 ചേംബേർഡ് ഹാർട്ടാണ്. 4 ചേംബർ എന്ന് പറയുന്നത് 2 അപ്പർ ഏട്രിയാസ്, 2 അപ്പർ ഏട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ നമ്മൾ പറയുന്ന 2 ചേംബേഴ്സ് പ്രസന്റ് ആണ്. ലോവർ ചേംബേഴ്സിനെ നമ്മൾ വെൻട്രിക്കിൾസ് എന്നാണ് പറയുന്നത്, 2 വെൻട്രിക്കിൾസ്. ഫസ്റ്റ് ഹാഫിൽ തിൻ വോൾഡ് ആയിട്ട് ഏട്രിയം, അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കി പറയും. നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്നതാ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന രീതിയിലാണ് 4 ചേംബേഴ്സ് ഉള്ളത്. ഇവരെല്ലാം തിൻ വോൾഡ് ആയിട്ടുള്ള ഏട്രിയം ഉണ്ട്. അവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് പുഷ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പ്രോപ്പർലി കോൺട്രാക്ട് ആൻഡ് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള മസിൽസിന്റെ എബിലിറ്റി കൊണ്ട് തന്നെ ഈ ഒരു പേർപ്പസുകളൊക്കെ ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേർപ്പസുകളൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ കൂടി ആണ്. ആൻഡ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ, ആ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോഴും ഈ 4 ചേംബേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുകൂടാതെ ഈ പറയുന്ന സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ഒരു കമ്പോണന്റ് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് വാൾവ്സ്. ഞാൻ നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാൾവുകൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ബാക്ക് ഫ്ലോയിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. നമുക്കറിയാം ഫ്ലൂയിഡിനെയാണ് ഈ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലഡ് എന്നുള്ള ഒരു സ്പെസിഫിക്കലി പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലൂയിഡി നേച്ചറുള്ള കോമ്പോണന്റിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ഒരു ചാൻസ് ഓഫ് ബാക്ക് ഫ്ലോ, തിരിച്ചൊഴുകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാൻസിനെ ഓൾറെഡി പ്രൊട്ടക്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ, ഒരു എലമെന്റ് എന്ന് തന്നെ നമുക്ക് പറയാം വാൾവുകൾ. കുറച്ചധികം വാൾവുകൾ ഉണ്ട് ഹാർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഏട്രിയോ വെൻട്രിക്കുലർ വാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പേര് തന്നെ മനസ്സിലാവും. ഏട്രിയയെയും വെൻട്രിക്കിൾസിനെയും കണക്ട് ചെയ്യുന്നതായിട്ടുള്ള വാൾവാണ്. അവിടെ ട്രൈകസ്പിഡ് വാൾവ് ഉണ്ട്, ബൈകസ്പിഡ് വാൾവ് ഉണ്ട്. ട്രൈകസ്പിഡ് വാൾവ് എന്ന് പറയുന്നത് ഏട്രിയയെയും റൈറ്റ് ഏട്രിയം, അപ്പം റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ, പൊക്കത്തുള്ള ഏട്രിയ ആൻഡ് അതേ സൈഡിലുള്ള താഴെയുള്ള വെൻട്രിക്കിളിനെ കണക്ട് ചെയ്യുന്നതാണ് ട്രൈകസ്പിഡ് വാൾവ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മിട്രയിൽ അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൾവ് എന്ന് പറയും. അതെന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും, നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ട്രൈകസ്പിഡ് വാൾവ്, ഇപ്പോഴത്തെ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിനെ ബൈകസ്പിഡ് വാൾവ്. ഇനി അടുത്തൊരു വാൾവ് ആണെന്ന് വെച്ചാൽ സെമി ലൂണാർ വാൾവ്. ഇത് ബേസിക്കലി നമ്മളുടെ ആർട്ടറീസ് ഒറിജിൻ ആണ് വരുന്നത്. വെൻട്രിക്കിൾസിൽ നിന്ന് പോകുന്ന ആർട്ടറീസ് എപ്പോഴും വെൻട്രിക്കിൾസിൽ നിന്ന് ലീവ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ടുള്ള അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വാൾവുകളാണ് സെമി ലൂണാർ വാൾവ് എന്ന് പറയുന്നത്. അതും രണ്ട് ടൈപ്പ് ഉണ്ട്. പൾമനറി സെമി ലൂണാർ വാൾവ് ഉണ്ട്, അത് റൈറ്റ് വെൻട്രിക്കിളിനും പൾമനറി ആർട്ടറിയും കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അയോട്ടിക് സെമി ലൂണാർ വാൾവ് ഉണ്ട് ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ട. ഇത്രയാണ് വാൾവുകളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. മമേലിയൻ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ മമേലിയൻ ഹാർട്ടിലെ ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ് ഉള്ളത് എന്നൊരു ഡീറ്റെയിൽ ഔട്ട്ലൈൻ ഞാൻ തരാം. 2 രീതിയിലുള്ള സർക്കുലേഷൻ ആണ് നമ്മുടെ മമേലിയൻ ഹാർട്ടിൽ പ്രൊസസ് ചെയ്യുന്നത്. സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമനറി സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡിന് ഹാർട്ടിൽ നിന്ന് ആർട്ടറീസ് വഴി ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് ബ്ലഡിലുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണല്ലോ, ആ ബ്ലഡിലെ ഓക്സിജനെ അവിടെ റിലീസ് ചെയ്യുന്നു, ടിഷ്യൂസിൽ റിലീസ് ചെയ്യുന്നു. അവിടുത്തെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്യുന്നത് വഴി ഈ ഒരു ബ്ലഡ് എന്താവുന്നു? ഇതൊരു ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആവുന്നു. ദെൻ ഇറ്റ് ഫ്ലോസ് ബാക്ക് ടു ഹാർട്ട്.
അടുത്ത സിസ്റ്റമിക് സർക്കുലേഷന് ശേഷം ഓൺ ആവുന്ന സിസ്റ്റമാണ് പൾമനറി സർക്കുലേഷൻ. പൾമനറി സർക്കുലേഷൻ എന്ത് ചെയ്യുന്നു? ഇപ്പം കളക്റ്റഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ നിന്ന് ഹാർട്ടിലേക്ക് വരുന്നു, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്നു, അവിടെ വെച്ച് ഓക്സിജൻ മിക്സിംഗ് നടക്കുന്നു അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ആകുന്നു, അവിടെ നിന്ന് റിട്ടേൺ ടു ഹാർട്ട്. ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പുകളാണ് മെമ്മേലിയൻ ഹാർട്ടിന്റെ ബ്ലഡ് ഫ്ലോ ഫോളോ ചെയ്യുന്നത്. ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് നമ്മളുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നു ത്രൂ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ. അവിടെ നിന്ന് ട്രൈകസ്പിഡ് വാൾവ് വഴി അത് റൈറ്റ് വെൻട്രിക്കിലേക്ക് റൈറ്റ് ഏട്രിയ ടു റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമനറി സെമി ലൂണാർ വാൾവ് ത്രൂ പൾമനറി ആർട്ടറിയിലേക്ക് ഫ്ലോ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പുഷ് ചെയ്യപ്പെടുന്നു. ഈ പൾമനറി ആർട്ടറി ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് ക്യാരി ചെയ്യുന്നു. ലങ്സിൽ വെച്ചിട്ട് ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആകുന്നു. ഇനി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ ഫ്ലോനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഏത് വഴി എത്തുന്നത്? പൾമനറി വെയിൻ വഴി. അപ്പൊ പൾമനറി ആർട്ടറി ക്യാരി ചെയ്ത ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ ചെന്ന് ഓക്സിജനേറ്റഡ് ആയതിനു ശേഷം പൾമനറി വെയിൻ ത്രൂ ഏട്രിയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഏത് ഏട്രിയം? ലെഫ്റ്റ് ഏട്രിയം. ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബൈകസ്പിഡ് വാൾവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഈ ബ്ലഡ് പുഷ് ചെയ്യപ്പെടുകയാണ്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പുഷ് ചെയ്യുന്നു. ലെഫ്റ്റ് ഏട്രിയം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആൻഡ് ട്രിക്കർ ആണ്. ഫോഴ്സ്ഫുള്ളി ഈ ഒരു ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ അയോട്ടിക് സെമിലൂണാർ വാൾവ് വഴി അയോട്ടയിലേക്ക് എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്നു. ഈ അയോട്ടയില് ബ്രാഞ്ചസ് ഓഫ് ആർട്ടറീസ്, ആർട്ടിയോൾസ്, കാപ്പിലറീസ് ഒക്കെ ഉണ്ട്. അതായത് ജനറൽ ആയിട്ടുള്ള ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് സപ്ലൈക്കുള്ള എല്ലാ ചാനൽസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അയോട്ടയിൽ നിന്നാണ്. അവിടെ വഴി അതല്ലെങ്കിൽ ആ ഒരു ചാനൽസ് വഴി ബ്ലഡ്, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടിഷ്യൂസിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ഓക്സിജനെ ടിഷ്യൂസിന് സപ്ലൈ ചെയ്തിട്ട് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ക്യാരി ചെയ്യുന്നു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ക്യാരി ചെയ്യുന്നത് വഴി ഇത് എന്താകുന്നു? പിന്നെയും ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആവുന്നു. ദെൻ തിരിച്ച് ഈ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഈ വർക്കിംഗ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. 2 പ്രാവശ്യമാണ് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടും ഓക്സിജനേറ്റഡ് ആയിട്ടും ഹാർട്ടിലേക്ക് എൻറ്റർ ചെയ്യുകയും പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റമിക് സർക്കുലേഷനും പൾമനറി സർക്കുലേഷനും നടക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹാർട്ട് ബീറ്റും കാർഡിയാക് സൈക്കിളും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാം. ഹാർട്ട് ബീറ്റ് ആൻഡ് കാർഡിയാക് സൈക്കിളിലേക്ക് വരികയാണെങ്കിൽ ജനറലി ഒരു റിതമിക് ഇലക്ട്രിക് ആക്ടിവിറ്റി നമ്മളുടെ ഹാർട്ടിൽ നടക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻഡ് ആവുന്നത് തന്നെ ഈ ഇൻഹെറന്റ് ആയിട്ടുള്ള റിതമിക് ഇലക്ട്രിക് ആക്ടിവിറ്റി കൊണ്ടാണ്. ഇത് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഇലക്ട്രിക് ആക്ടിവിറ്റി ബിഗിൻ ചെയ്യുന്നത് ഒരു പേസ് മേക്കറിൽ കൂടിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരായിരിക്കും പേസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പം വെർട്ടിബ്രേറ്റിന്റെ കേസിലാണ് ഒരു മയോജനിക് ഹാർട്ടാണ്. മയോജനിക് എന്ന് പറഞ്ഞാൽ ഓട്ടോ റിതമിക് സെൽസ് ഉള്ളത്. ഈ റിതം എന്ന് പറയുന്നില്ലേ, നമ്മൾ ജനറലി പറയുന്ന ഹാർട്ട് ബീറ്റ്സ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ വർക്കിങ്ങിന്റെ ഉള്ള ഒരു റിതമിക് റിലാക്സേഷൻ ആൻഡ് കോൺട്രാക്ഷൻ പരിപാടി, അതിന്റെ ഈ ഒരു റിതമിക് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മയോജനിക് ഹാർട്ടാണ് മെമ്മേലിയൻ ഹാർട്ട് എന്ന് പറയുന്നത്. ജനറലി എന്താ പറയുക, സെൽഫ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാർഡിയാക് മസിൽ സെൽസ് നമുക്ക് പ്രസന്റ് ആണ്. ആ സിസ്റ്റത്തെ നമ്മൾ ഓട്ടോറിത്തമിക് സെല്ലുകൾ എന്ന് പറയാം. ഈ ഓട്ടോറിത്തമിക് സെൽ ആക്ട് ആസ് എ പേസ് മേക്കർ. പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രാക്ഷൻ, റിലാക്സേഷൻ അല്ലെങ്കിൽ കണ്ടക്ഷൻ സിസ്റ്റത്തിന്റെ പ്രോപ്പർ മെയിൻറ്റനിങ് അല്ലെങ്കിൽ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചേംബറിന്റെ ഫംഗ്ഷൻ പ്രോപ്പർലി നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കോമ്പോണൻസ് കൂടി ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് നമ്മളുടെ സൈനോ ഏട്രിയൽ SA നോഡ്, AV നോഡ് എന്ന് പറഞ്ഞാൽ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, ദെൻ ബണ്ടിൽ ഓഫ് ഹിൽസ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബണ്ടിൽ ഓർ ബ്രാഞ്ചസ് ഓഫ് പുർക്കിൻജി ഫൈബേഴ്സ്. ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ഒന്നുകൂടെ കണ്ടുവരാം. അപ്പോൾ SA നോഡ്സ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ്സ് എന്ന് പറയുന്നത് പേസ് മേക്കേഴ്സ് എന്നാ പറയാം. ബേസിക് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഇമ്പൾസസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ ഇമ്പൾസസിനെ ഏട്രിയൽ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ജംഗ്ഷൻസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു.
ഇത് ഒരു ഏട്രിയൽ കോൺട്രാക്ഷൻ, അതായത് ഏട്രിയൽ സിസ്റ്റോളിന് കാരണമാകുന്നു. അപ്പൊ SA നോഡ്സ് ആണ് പേസ് മേക്കേഴ്സ്. അത് ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നു. ഇതുവഴി ഏട്രിയൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. അടുത്ത സൈനോ ഏട്രിയൽ നോഡിനെ കഴിഞ്ഞതിന് ശേഷം ഏട്രിയോ വെൻട്രിക്കുലാർ നോഡിലേക്ക് നമ്മൾ വരികയാണ്. ഇത് ഇമ്പൾസസിനെ കൺവേർജ് ചെയ്യുന്നു. കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഏട്രിയൽ സ്പ്രെഡ് ഇതിനെ കുറെ കൂടി കുറച്ചുകൂടി കൺവേർജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇമ്പൾസസിനെ. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് എവിടെയാണുള്ളത്? AV സെപ്റ്റം, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം അല്ലെങ്കിൽ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലാണ് ഈ നോഡ് പ്രസന്റ് ആയിട്ടുള്ളത്. ബേസിക്കലി ബ്രീഫ് ഡിലേ എന്ന് പറയുന്നത് 0.122 to 0.20 സെക്കൻഡ്സ് ആണ് ഹ്യൂമൻസിന്റെ കേസിലേക്ക് വരിക. ഇത് ജനറൽ ആയിട്ടുള്ള ഏട്രിയൽ ഇജക്ഷന് കാരണമാകുന്നു ബിഫോർ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോളിന് മുമ്പുള്ള ഏട്രിയൽ ഇജക്ഷന് കാരണമാകുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രം AV നോഡ്സ് ഇമ്പൾസസ് ട്രാവൽ ത്രൂ ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് AV നോഡ്, സൈനോ ഏട്രിയൽ നോഡിൽ നിന്ന് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡിൽ നിന്ന്, അതായത് AV നോഡിൽ നിന്ന് എഗെയിൻ ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. എന്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു? നമ്മളുടെ ഇമ്പൾസസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ജനറൽ ആയിട്ടുള്ളൊരു നമ്മുടെ സീരീസ് ആണ്. ഇതിന്റെ വർക്കിംഗ് സീരീസ് എങ്ങനെയാണ് പോകുന്നത്. ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നതിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് ഈ ഇമ്പൾസിനെ പുർക്കിൻജെ ഫൈബേഴ്സിലേക്ക് അല്ലെങ്കിൽ പുർക്കിൻജെ ഫൈബേഴ്സിലേക്ക് കണ്ടക്ട് ചെയ്യുന്നു. വെൻട്രിക്കിൾസിലാണ് ഈ പറയുന്ന പുർക്കിൻജെ ഫൈബേഴ്സിന്റെ സ്ട്രക്ചർ. ഈ പുർക്കിൻജെ ഫൈബേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ എന്തിനു വേണ്ടിയിട്ടുള്ളതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് വിത്ത് എക്സസീവ് ഗ്യാപ് ജംഗ്ഷൻസ് ഒക്കെ ഉള്ള റാപ്പിഡ് ട്രാൻസ്മിഷൻ ഓഫ് വെൻട്രിക്കുലാർ മയോകാർഡിയം. ബേസിക് ആയിട്ടുള്ള വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നതിന്റെ ബേസിക് കോർഡിനേഷൻ നടക്കുന്നത് ഈ പുർക്കിൻജെ ഫൈബേഴ്സ് ആണ്. അപ്പൊ കോൺട്രാക്ഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദ വെൻട്രിക്കുലാർ ടിപ്പ് ആൻഡ് സ്പ്രെഡ് അപ്വേർഡ്സ് ദ എഫിഷ്യന്റ് ബ്ലഡ് ഇജക്ഷൻ. പ്രോപ്പർ ബ്ലഡ് ഇജക്ഷൻസിന്റെ വഴി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്വേർഡ്സ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവിടെ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് അതിന് എൻ്റെ ഒരു പിക്ചറൈസേഷൻ അല്ലെങ്കിൽ ഇലിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് SA നോഡ്സ്, ദെൻ അവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക, സൈനസ് നോഡ്സിൽ നിന്ന് എസെൻസിൽ നിന്ന് ഈ പറയുന്ന ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. അതിനെ പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നു. അതിനെ AV നോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അവിടെ നിന്ന് AV ബണ്ടിൽ ഉണ്ട്. ദെൻ അത് ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് വരുന്നു. AV ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് ഹിസ്. അതിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഇറ്റ് കണക്റ്റഡ് ടു പുർക്കിൻജെ ഫൈബേഴ്സ്. ഇത്രയാണ് അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി കാർഡിയാക് സൈക്കിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ഇവന്റ്സ് ഓഫ് ഇത് സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ മേക്കപ്പ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ സിസ്റ്റോളിക് ആൻഡ് വെൻട്രിക്കുലർ മൂവ്മെന്റുകളൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ സെയിം ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ ഇവന്റിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. സിസ്റ്റോൾ എന്ന് പറയുന്നത് കോൺട്രാക്ഷൻസ് ആണ്. കോൺട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ബ്ലഡിനെ പുഷ് ഔട്ട് ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ഷൻസ് എന്ന് പറയാം. ഡയസ്റ്റോളിക് മൂവ്മെന്റുകൾ എന്ന് പറയുമ്പോൾ റിലാക്സേഷൻ ആണ്. ചേംബർ ഗെറ്റ് ബിഗർ ആൻഡ് ബ്ലഡ് ഫിൽസ് ഇൻ ദ ഹാർട്ട്. അതിനെയാണ് നമ്മൾ ഒരു ഡയസ്റ്റോളിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സീക്വൻസ് എങ്ങനെയാ? ഒരു കാർഡിയാക് സൈക്കിളിന്റെ സീക്വൻസ് എങ്ങനെയാ? ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, കാർഡിയാക് ഡയസ്റ്റോൾ. ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു സീക്വൻസ് വരുന്നത്. ഇനി ഡയസ്റ്റോളിന്റെ കേസിൽ ഹാർട്ട് റിലാക്സ് ചെയ്തായിരിക്കുന്ന ബ്ലഡ് സക്സിൻ, അതായത് ബ്ലഡ് ഉള്ളിലേക്ക് വരുന്നു, സെമിലർ വാൾവ് ഒക്കെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നു. സിസ്റ്റോളിന്റെ കണ്ടീഷൻസ് വരുമ്പോൾ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. കോൺട്രാക്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രിവെന്റ് ഫ്രം ദ ഗോയിങ് ബാക്ക് ടു ഏട്രിയ. നമ്മുടെ AV വാൾവിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെ പറഞ്ഞു പോവാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലഡിനെ ബാക്ക് ഫ്ലോ ചെയ്യുന്നതിന് തടഞ്ഞായിട്ട് നമുക്ക് അവിടെ വാൾവുകളുണ്ട്. ദെൻ ഈ ബ്ലഡ് നമ്മളുടെ സെമി ലൂണാർ വാൾവ് ത്രൂ പുൾ ഔട്ട് ആവാൻ അല്ലെങ്കിൽ പുഷ്ഡ് ഔട്ട് ആവാൻ ജസ്റ്റ് നമ്മളുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യാം. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാർഡിയാക് സൈക്കിളിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഇത് കാർഡിയാക് ഔട്ട്പുട്ട്. എങ്ങനെയാ ഒരു കാർഡിയാക് ഔട്ട്പുട്ട്? ഇത് ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. കാർഡിയാക് ഔട്ട്പുട്ട് എങ്ങനെയാ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജനറലി പറയുകയാണെങ്കിൽ വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദ ഹാർട്ട് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര വോളിയം ഓഫ് ബ്ലഡ് ആണ് ഹാർട്ടിൽ നിന്ന് ഇജക്റ്റഡ് ആവുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ കാർഡിയാക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ജനറലി വെൻട്രിക്കുലാർ സെപ്പറേഷൻ, ഇപ്പൊ ഇൻ ഹാർട്ട്സ് വിത്ത് കംപ്ലീറ്റ് വെൻട്രിക്കുലാർ സെപ്പറേഷൻ നമ്മളുടെ
കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് വൺ വെൻട്രിക്കിൾ എന്നാണ് പറയാം. അതായത് ഒരു വെൻട്രിക്കിളിൽ നിന്ന് എത്ര വോളിയം ഓഫ് ബ്ലഡ് ആണ് ഇജക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ കാർഡിയാക് ഔട്ട്പുട്ടിനെ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു ടേം ആണ് സ്ട്രോക്ക് വോളിയം, അല്ലെങ്കിൽ അടുത്തൊരു ഫിനോമിനൻ ആണ് സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ വൺ കോൺട്രാക്ഷൻ പെർ ബീറ്റ്. ഒരു ബീറ്റിന്റെ ടൈമിൽ ഒരു കോൺട്രാക്ഷൻ നടക്കുമ്പോൾ എത്ര എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് ബ്ലഡ് ആണ് എവിടെ നിന്ന് ഇജക്റ്റഡ് ആവുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇജക്റ്റഡ് ആവുന്നത്, അതിനെയാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് എന്താണ്, സ്ട്രോക്ക് വോളിയം എന്താണെന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കാർഡിയാക് ഔട്ട്പുട്ട് എങ്ങനെ എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം പെർ ബീറ്റ് അല്ലേ നമ്മൾ ഈ പറയുന്ന സ്ട്രോക്ക് വോളിയത്തിന്റെ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പം ഒരു കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല, ഒരു കാർഡിയാക് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് HR ഇൻറ്റു സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ SV. അതിന് എസ്പെഷ്യലി യൂഷ്വലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്ന രീതിയിലാണ്. ക്ലിയർ? ഇത്രയാണ് നമ്മളുടെ കാർഡിയാക് ഔട്ട്പുട്ടിന്റെ കേസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 70 kg വെയിറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആളുടെ SV അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 70 ml പെർ ബീറ്റ് ആണ്. HR അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 പെർ മിനിറ്റ് ആണ്. അപ്പൊ അതിന്റെ കോമൺ ആയിട്ടുള്ള നമ്മളുടെ കാർഡിയാക് ഔട്ട്പുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് സ്ട്രോക്ക് വോളിയം ഇൻറ്റു അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം ചെയ്താൽ മതി. 70 ഇൻറ്റു 72 ഓൾമോസ്റ്റ് ഒരു 5 liters പെർ മിനിറ്റ് എന്നുള്ള കണ്ടീഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാർഡിയാക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അക്കോർഡിംഗ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ അനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലത്തെ രീതി ഈ ഒരു സെയിം ഫോർമുല യൂസ് ചെയ്ത് കാർഡിയാക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം, നമ്മൾ ഹാർട്ട് റേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഹാർട്ട് റേറ്റിന്റെ കൂടെ ഒരു മെൻഷൻ പ്രോപ്പർലി ചെയ്തു പോകണം. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഓട്ടോണോമിക് ഇന്റർവെൻഷൻ ആണ്, എല്ലാം എഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതിന് ശേഷം ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞത്. ബിക്കോസ് ഓരോ ആൾക്കാർക്ക് അനുസരിച്ച്, അതിപ്പം ഓരോരുത്തരുടെ ഹോർമോണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, ഏജ്, ഫിറ്റ്നസ് ലെവലൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ഹാർട്ട് റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് വരാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് പാർട്ട് ഓഫ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഇപ്പൊ യൂണിറ്റ് 1ന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കൂടുതൽ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഡീറ്റെയിലേക്ക് കടക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.